എന്നിട്ട് എന്ത് സംഭവിച്ചു സോദരി? വസുദേവ മഹാരാജൻ സോദരിയുടെ പുത്രനുമായി എങ്ങോട്ട് പോയി? യശോദേ, എന്റെ പുത്രനെ നേരിടുന്നതിനായി ഞാൻ എന്തിനും തയ്യാറെടുക്കും. പക്ഷെ അസത്യം മാത്രം പറയില്ല. അന്ന് രാത്രി വസുദേവ മഹാരാജൻ എന്റെ പുത്രനെ ഏത് ഗൃഹത്തിലാണ് ഉപേക്ഷിച്ചതെന്ന് എനിക്കിനിയും അറിയില്ല. സോദരി ദേവിക്ക് സോദരിക്ക് സത്യം എന്താണെന്ന് അറിയില്ലെന്നുള്ള കാര്യം സോദരി തന്നെ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്റെ പുത്രനെ സോദരിയുടെ പുത്രനെന്ന് പറയുന്നത്? യശോദേ, നന്ദരാജൻ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷിയും വസുദേവ മഹാരാജന്റെ യഥാർത്ഥ മിത്രവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരാൾ സ്വന്തം മിത്രത്തിന്റെ ഗൃഹത്തിൽ മാത്രമേ പോവുകയുള്ളൂ. സോദരി ദേവിക്ക്, നാം സ്ത്രീകൾ സ്വർണത്തളിക നഷ്ടപ്പെട്ടാലും വെപ്രാളം പൂണ്ടും മൺകുടങ്ങളിലും അന്വേഷിക്കാറുണ്ട്. സോദരിയുടെ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ സോദരിയുടെ ഈ അനുമാനം തെളിയിക്കാൻ സാധിക്കില്ല. യശോദേ, അന്ന് രാത്രി കണ്ണന് ജന്മം നൽകിയത് നീ തന്നെയാണെന്നുള്ള തെളിവും നിന്റെ പക്കലുണ്ടാവില്ല. അപ്പോൾ സോദരി പറഞ്ഞു വരുന്നത് ഈ അമ്മായി, അമ്മാവൻ, ഈ നിൽക്കുന്ന ഗോകുലവാസികൾ എല്ലാവരും അസത്യം പറയുകയാണെന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കാമല്ലോ. അന്ന് രാത്രി ഗോകുലത്തിൽ എന്തൊക്കെയാണോ നടന്നത് അതൊന്നും ആരും കാണാൻ വഴിയില്ലെങ്കിലോ? സോദരി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗോകുലത്തിൽ അന്ന് എന്ത് സംഭവിച്ചെന്നാണ്? വസുദേവ മഹാരാജനാണ് എന്നോട് പറഞ്ഞത്. അന്ന് രാത്രി എന്റെ പുത്രനെയും കൊണ്ട് അദ്ദേഹം ഗോകുലത്തിലെത്തിയപ്പോൾ ഗോകുലവാസികളെല്ലാം അഗാധ നിദ്രയിലായിരുന്നു എന്ന്. അമ്മായി ഞാൻ അവിശ്വസിക്കുകയല്ല. അമ്മായി അന്ന് രാത്രി കണ്ടതെല്ലാം അസത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അമ്മായി ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. അമ്മായിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ സാധിക്കുമോ അമ്മായി സ്വന്തം കണ്ണുകൾ കൊണ്ട് യശോദ അന്ന് ഒരു പുത്രന് ജന്മം നൽകിയതായി കണ്ടിരുന്നോ? മഹാറാണി, സത്യം ഇതാണ്. കുഞ്ഞു കരയുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അപ്പോഴാണ് അറിഞ്ഞത് നന്ദറാണിക്കൊരു പുത്രൻ ജനിച്ചുവെന്ന്. അമ്മാവാ, അന്ന് രാത്രി അമ്മാവനും അങ്ങനെ തോന്നിയിരുന്നില്ലേ? അഗാധ നിദ്രയിൽ നിന്നും അങ്ങ് ഉണർന്നതാണെന്ന്. മഹാറാണി പറഞ്ഞത് സത്യമാണ്. അന്ന് രാത്രി അല്പനേരം ഞാനും അഗാധ നിദ്രയിലായിരുന്നു. ഒരു നവജാത ശിശു കരയുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. അഷ്ടമിയുടെ ആ രാത്രി നിങ്ങളെല്ലാവരും നന്ദരാജന്റെ ഗൃഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾക്കെങ്കിലും പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ സാധിക്കുമോ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ലെന്ന്? യശോദേ, ഇനി നീ തന്നെ പറയൂ. കണ്ണൻ ജനിച്ചത് നിനക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന്, അതായത് കണ്ണന് നീയാണ് ജന്മം നൽകിയതെന്ന് നിനക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പറയാൻ സാധിക്കുമോ? അതോ ഗോകുലവാസികളെ പോലെ നീയും അന്ന് നിദ്രയിലായിരുന്നോ? പ്രഭോ, അങ്ങ് ഈ അവസ്ഥയെ ഇവിടെ വച്ച് തടഞ്ഞാലും എന്തെന്നാൽ ഒരു മാതാവിന്റെ സ്നേഹം മറ്റൊരു മാതാവിന്റെ സ്നേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അത് ഈ ലോകത്തെ ഒരു മാതാവിനും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ മാതാവായ യശോദയുടെ വിജയം റാണി ദേവകിയുടെ പരാജയമാകാൻ പാടില്ല. റാണി ദേവകിയുടെ വിജയത്തിന് മാതാവ് യശോദയെ പരാജയപ്പെടുത്താനും സാധിക്കില്ല. പ്രഭോ, ഇന്നു രണ്ടു മാതാക്കളിൽ ഏതെങ്കിലും ഒരു മാതാവിന്റെ സ്നേഹത്തിന്റെ പരാജയം ഈ ലോകത്തിൽ ഒരു അധമ സംസ്കാരത്തിന് ആരംഭം കുറിക്കും. ഇല്ല ദേവി, ഇന്ന് ഈ ഒരു സംഭവത്താൽ അധമ സംസ്കാരം നിലനിൽക്കുന്നതിന് പകരം അത് അവസാനിക്കുകയാണ് ചെയ്യുക. ഇന്ന് ഈ സമസ്ത ലോകത്തിനു മുമ്പാകെ ഇതാകും തെളിയിക്കപ്പെടുക. ഒരു മാതാവ് ഒരുപക്ഷെ ജന്മം നൽകുന്നവളായാലും സംരക്ഷിക്കുന്നവളായാലും അവർക്ക് സ്വന്തം സന്തതിയിൽ
പൂർണ്ണമായ അവകാശമുണ്ടായിരിക്കും. അതിനാൽ ഒരു മാതാവ് എന്ത് തന്നെയായാലും അവർ കേവലം മാതാവ് തന്നെയായിരിക്കും. റാണി ദേവകി, സോദരി പറഞ്ഞത് സത്യമാണ്. എല്ലാ ഗോകുലവാസികളെയും പോലെ കണ്ണൻ ജനിച്ച അതേ രാത്രിയിൽ ഞാനും അഗാധ നിദ്രയിലായിരുന്നു. ഈയൊരു നിമിഷം ഞാനത് അംഗീകരിക്കുന്നു. കണ്ണന് ഞാനല്ല ജന്മം നൽകിയതെന്നും വസുദേവ മഹാരാജനാണ് അവന് മധുരയിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നതെന്നും. എങ്കിൽ എന്റെ ആ സന്തതി എവിടെയാണ്? അവനെ ഞാൻ 9 മാസം എന്റെ ഗർഭത്തിൽ സംരക്ഷിച്ചതല്ല. അപ്പോൾ എന്റെ ഗർഭം അസത്യമാണെന്നാണോ സോദരി പറഞ്ഞു വരുന്നത്? ഒരു മാതാവിന്റെ അനുഭൂതി മിഥ്യ എന്നാണോ? ഞാൻ 8 വർഷക്കാലം ഭഗവാൻ നാരായണനെ പൂജിച്ചത് വ്യർത്ഥമായെന്നാണോ? നാരായണൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹം ഒരു വഞ്ചനയായിരുന്നുവെന്നോ? അന്ന് രാത്രി ഞാൻ ആർക്കും ജന്മം നൽകിയില്ലെന്നാണോ? അതല്ല സോദരി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആ രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. പക്ഷെ വസുദേവ മഹാരാജൻ മധുരയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നു. പെൺകുഞ്ഞോ? അതെ യശോദേ, നിന്റെ പ്രാർത്ഥന നിഷ്ഫലമായിട്ടില്ല. നിന്റെ അനുഭൂതി മിഥ്യയല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അന്ന് രാത്രി നീ കണ്ണനല്ല, ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. എന്താ? എങ്കിലാ പെൺകുഞ്ഞെവിടെയാണ്? ഞാൻ ജന്മം നൽകിയ ആ കുഞ്ഞ് എന്റെ 8ാമത്തെ സന്തതിയാണെന്ന് കരുതി കംസൻ ആ കുഞ്ഞിനെയും വധിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സോദരി ദേവകി, സത്യം എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കണ്ണൻ സോദരിയുടെ പുത്രനാണെന്ന് ഈ ഒരു നിമിഷം കരുതിയാൽ തന്നെ സോദരി എന്തിനാണ് സ്വന്തം പുത്രനെ മൃത്യുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ തയ്യാറാവുന്നത്? യശോദേ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? റാണി ദേവകി, റാണിയുടെ വാക്കുകൾ സത്യമാണെങ്കിൽ ആ പാപിയായ കംസൻ സോദരിയുടെ പുത്രനെ വധിക്കുന്നതിനായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് അവനെ ലഭിക്കാതിരിക്കുന്നതാണ്. ഒരുപക്ഷെ വിധിയും അത് തന്നെയാവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സോദരിയുടെ പുത്രനെ ഒരു സുരക്ഷിത സ്ഥാനത്ത് മറച്ചു വെച്ചിരിക്കുന്നത്. സോദരി എന്തിനാണ് സ്വന്തം കൈകൊണ്ട് സ്വന്തം പുത്രന്റെ ജീവനെ വിപത്തിൽ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? ഇനി അഥവാ പുത്രനെ ലഭിച്ചാൽ തന്നെ സോദരിയുടെ സ്നേഹം തന്നെ അവന്റെ അന്ത്യത്തിന് കാരണമായി തീരും. സോദരി ദേവകി, റാണി ധന്യയാണ്. സോദരിയുടെ ഗർഭത്തിൽ നിന്നും ജന്മം കൊണ്ട ആ പുത്രൻ ഈ ലോകത്തുള്ള പാപത്തെയും അധർമ്മത്തെയും അവസാനിപ്പിക്കും. അവൻ ഈ ലോകത്ത് ധർമ്മം നിലനിർത്തുക തന്നെ ചെയ്യും. റാണി ദേവകി, സോദരിയുടെ പുത്രനെ പ്രതീക്ഷിക്കുന്നത് സോദരി മാത്രമല്ല, ഈ ലോകം മുഴുവനും പ്രതീക്ഷിക്കുകയാണ്. റാണി ദേവകി, ഞങ്ങൾ ഗോകുലവാസികളെല്ലാം സോദരിയുടെ പുത്രന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. സോദരി നോക്കിക്കൊള്ളൂ, ആ പുത്രൻ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതാണ്. പക്ഷെ റാണിയുടെ പുത്രനെ ലഭിക്കുന്നതിനായി എന്റെ പുത്രന്റെ ജീവനെ വിപത്തിലേക്ക് വലിച്ചെറിയരുത്. ഒരു മാതാവിന്റെ അപേക്ഷ നിരാകരിക്കാതിരിക്കൂ. യശോദേ, നീ നിന്റെ മനസ്സിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ നീ ഒരിക്കലെങ്കിലും ഈ മാതാവിനെ കുറിച്ച് ആലോചിച്ചോ? എന്റെ ദുഃഖത്തെക്കുറിച്ച് ആലോചിച്ചോ? ആ പാപിയായ കംസൻ എന്റെ 6 കുഞ്ഞുങ്ങളെയും എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിഷ്കരണം വധിച്ചു. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് എന്റെ 8ാമത്തെ സന്തതിയെ കാണാനുള്ള അവസരം ലഭിക്കുന്നത്.
എന്റെ ഒരേ ഒരു സന്തതിയെ എന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള സൗഭാഗ്യം ലഭിക്കുമ്പോൾ നീ അതും എന്നിൽ നിന്നും കവർന്നെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇല്ല, ഇനി അതിന് കഴിയില്ല. യശോദേ, ഇന്ന് ഞാൻ എന്റെ സന്തതിയെ നേരിട്ട് കാണാതെ ഇവിടെ നിന്ന് പോവില്ല. റാണി ദേവകി, എനിക്ക് സോദരിയുടെ ദുഃഖം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എനിക്ക് റാണിയെ സാന്ത്വനപ്പെടുത്താനേ സാധിക്കൂ, ദുഃഖം പ്രകടിപ്പിക്കാനേ സാധിക്കൂ, സഹതാപം പ്രകടിപ്പിക്കാനേ സാധിക്കൂ. പക്ഷെ സോദരിയുടെ പുത്രനെ എനിക്ക് നൽകാനാവില്ല. ഞാൻ സോദരിക്ക് വാക്ക് നൽകുകയാണ്. ഈ ഗോകുലം മുഴുവൻ സോദരിയുടെ പുത്രനെ കണ്ടെത്താനായി സോദരിയെ സഹായിക്കും. പക്ഷെ റാണിയുടെ ഈ ശാഠ്യം ദയവായി ഉപേക്ഷിക്കണം. റാണിയുടെ സന്തതി ഗോകുലത്തിലില്ല. ഇല്ല യശോദേ, നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാം. പക്ഷെ ഇതിന് കഴിയില്ല. എന്റെ മാതൃത്വത്തിന് അസത്യം പറയാനാവില്ല യശോദേ. എനിക്കറിയാം എന്റെ പുത്രൻ ഇവിടെ ഉണ്ടെന്ന്, ഈ ഗൃഹത്തിലുണ്ടെന്ന്. റാണി ദേവകി, ഇത് സോദരിയുടെ തോന്നലാണ്. ഇവിടെ കേവലം എന്റെ കണ്ണൻ, എന്റെ പുത്രൻ മാത്രമാണുള്ളത്, റാണിയുടെ പുത്രനല്ല. നീ അവനെ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. പക്ഷെ അവൻ എന്റെ പുത്രൻ തന്നെയാണ്. കണ്ണൻ എന്റെ പുത്രനാണ്. ഞാനാണ് അവന് ജന്മം നൽകിയത് യശോദേ. ഞാൻ അവന്റെ മാതാവാണ്. അവൻ എന്റെ പുത്രനാണ്. റാണി ദേവകി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മാതാവേ, മാതാവേ. കണ്ണാ, മാതാവേ, മാതാവേ. കണ്ണാ, പുത്ര, നമുക്കൊരു സന്തതി ഉണ്ടാകുമ്പോൾ ഈ മയിൽപ്പീലി ഞാൻ അവന്റെ മൂർധാവിൽ അണിയിക്കും. സോദരി, സോദരി, ഈ മയിൽപ്പീലി കാണുന്നില്ലേ? എപ്പോഴും എന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ പുത്രൻ മയിൽപ്പീലി അണിയണമെന്ന്. ഇതാ മയിൽപ്പീലി തന്നെയാണ്. യശോദേ, ഈ മയിൽപ്പീലി എന്റെ മാതൃത്വത്തിന്റെ പ്രതീകമാണ്. എന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അടയാളമാണ്. നീ തന്നെ പറയൂ, ഇതെന്റെ പുത്രനല്ലായിരുന്നുവെങ്കിൽ ഈ മയിൽപ്പീലി എവിടെ നിന്ന് വന്നു? ഇത് ഉറപ്പായും എന്റെ പുത്രൻ തന്നെയാണ്. റാണി ദേവകി, എനിക്ക് റാണിയുടെ ആഗ്രഹത്തെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഈ മയിൽപ്പീലി
ഞാൻ തന്നെ എന്റെ പുത്രന്റെ മൂർധാവിൽ അണിയിച്ചു കൊടുത്തതാണ്. ഇതെന്റെ പുത്രനാണ്. പിന്നെ ഈ മയിൽപീലി ഇവന് ദേവന്മാർ നൽകിയ അനുഗ്രഹമാണ്. ഇത് ഈശ്വരന്റെ അനുഗ്രഹമല്ല, എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ പുത്രൻ ഈ മയിൽപീലി അണിയണമെന്ന്. ഇതെന്റെ പുത്രനാണ്. അത് തന്നെയാണ് ഞാനും പറയുന്നത് റാണി ദേവകി. ഇതെന്റെ പുത്രനാണ്. മാതാവേ, മാതാവേ, സ്നേഹം കൊണ്ടല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ നിങ്ങൾ രണ്ട് മാതാക്കളും അവകാശത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുകയാണോ? എത്ര വർഷത്തെ പ്രതീക്ഷകൾക്ക് ശേഷമാണ് എനിക്ക് ലഭിക്കുന്നത്. ആ അവകാശത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ നിന്നെ എന്റെ ഹൃദയത്തോട് ചേർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുത്ര, വരൂ, ഞാൻ നിന്നെ ഒന്ന് ആശ്ലേഷിച്ചോട്ടെ. കണ്ണാ, നീ ഇപ്പോൾ അത്രയും മുതിർന്നു കഴിഞ്ഞോ നിന്റെ ഈ മാതാവിനോട് സ്നേഹത്തെക്കുറിച്ചും അവകാശത്തെക്കുറിച്ചും സംസാരിക്കാൻ? നീ ഗൃഹത്തിലെത്തിയാലുടൻ ഈ മാതാവിനെ ആശ്ലേഷിക്കാറില്ലേ? വരൂ കണ്ണാ, ഈ മാതാവിനെ ഒന്ന് ആലിംഗനം ചെയ്യൂ. വരൂ. പ്രഭു, മാതാവ് യശോദ മാതൃത്വത്തിന്റെ പ്രതിബിംബമാണ്. മാതാവ് ദേവകി ത്യാഗത്തിന്റെയും. പക്ഷെ ഇപ്പോൾ രണ്ടു മാതാക്കളും സ്വന്തം അവകാശത്തിന്മേൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് രണ്ട് മാതാക്കളുടെയും അവകാശത്തിന് മുന്നിൽ അവരുടെ സ്നേഹവും ത്യാഗവും സമർപ്പണവും എല്ലാം പരാജയപ്പെടുമോ? ദേവി, രണ്ടു മാതാക്കളുടെയും സ്നേഹം സർവോപരിയാണ്. പക്ഷെ കംസന്റെ വഞ്ചനയുടെ ഫലമായി ഇപ്പോൾ മാതാവ് ദേവകിയുടെ മാതൃത്വത്തിന്റെ പ്രതിരൂപം ഏതു വിധേനയെങ്കിലും സ്വന്തം പുത്രനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മാതാവ് യശോദയോ? ദേവി, മാതാവ് യശോദയ്ക്ക് സത്യത്തെക്കുറിച്ച് അറിവില്ലാതിരുന്നിട്ടും മാതാവ് ദേവകിയുടെ വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഏത് പരിസ്ഥിതിയാണെങ്കിലും കണ്ണൻ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ രണ്ട് മാതാക്കളും ഒരാൾ മറ്റൊരാൾക്ക് കടപ്പെട്ടിരിക്കുന്നു. പ്രഭു, ഇനി എന്ത് സംഭവിക്കും? ഈ സമസ്യക്ക് എന്താണ് ഒരു പരിഹാരം? ദേവി, കംസൻ ആർക്കു വേണ്ടിയാണോ ഈ വഞ്ചന കാട്ടുന്നത്, ആ കണ്ണന് മാത്രമേ ഇനി ഈ സമസ്യക്ക് പരിഹാരം കാണാൻ സാധിക്കൂ. ഇല്ല മാതാവേ, എനിക്ക് മാതാവിന്റെ അഭിമാനമാകാനും കഴിയില്ല. എനിക്ക് മാതാവിനെ ആലിംഗനം ചെയ്യാനും കഴിയില്ല. കണ്ണാ, നീ ഇതെന്താണ് പറയുന്നത്? നീ എപ്പോഴും എന്റെ വസ്ത്രാഞ്ചലത്തിന്റെ തണല് പറ്റിയല്ലേ നടക്കാറുള്ളത്? എപ്പോഴും ഈ മാതാവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാറില്ലേ? എന്നിട്ടിപ്പോൾ? ഇല്ല മാതാവേ, എനിക്ക് മാതാവിന്റെ അഭിമാനമാകാനും കഴിയില്ല. എനിക്ക് മാതാവിനെ ആലിംഗനം ചെയ്യാനും കഴിയില്ല. കണ്ണാ, നീ ഇതെന്താണ് പറയുന്നത്? നീ എപ്പോഴും എന്റെ വസ്ത്രാഞ്ചലത്തിന്റെ തണല് പറ്റിയല്ലേ നടക്കാറുള്ളത്? എപ്പോഴും ഈ മാതാവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാറില്ലേ? എന്നിട്ടിപ്പോൾ? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കർമ്മമേ ചെയ്തിട്ടുള്ളൂ, നിന്നെ സംരക്ഷിക്കുക എന്ന കർമ്മം. പുത്ര, ഈ നിർഭാഗ്യവതിയായ മാതാവാണ് നിനക്ക് ജന്മം നൽകിയത്. പക്ഷെ മാതാവേ, ഒരു സന്തതിക്ക് എപ്പോഴും മാതാവ് തന്നെയല്ലേ? ജന്മം നൽകുന്നവളെന്നും സംരക്ഷിക്കുന്നവളെന്നും വ്യത്യാസമില്ല, അല്ലേ മാതാവേ? സ്നേഹം കൊണ്ടല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് മാതാവേ? ഇത് നോക്കൂ മാതാവേ, ഈ അമ്മായി അല്ല എനിക്ക് ജന്മം നൽകിയത്. എന്നെ സംരക്ഷിച്ചതും ഈ അമ്മായി അല്ലല്ലോ. പക്ഷെ എന്നിട്ടും ഇതെന്റെ മാതാവാണ്. കാരണം അമ്മായി എന്നെ ഒരു പുത്രനെ പോലെ കരുതുന്നു, എന്നെ അതിയായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ സ്ത്രീയുടെയും പുത്രനാണ്. അതായത് എന്നോട് മാതൃഭാവം കാട്ടുന്ന ഓരോ സ്ത്രീയുടെയും.
പക്ഷെ മാതാവേ, എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ ദുഃഖമുള്ളൂ. നിങ്ങൾ രണ്ട് മാതാക്കളും തമ്മിൽ സ്നേഹത്തിന് വേണ്ടിയല്ല, അവകാശത്തിന് വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നത്. ഞാൻ കേവലം ഒരു വസ്തുവല്ല, ഒരാൾക്ക് മാത്രം സ്വന്തമാക്കുവാനായി.